Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of stock levels. നമ്മൾ 1.5 മാസത്തോളം ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് വീണ്ടും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കാണാം. എന്താണ് സ്റ്റോക്ക് ലെവൽ? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. എന്നാലും നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് പകുതി വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടിന്യൂവേഷന് വേണ്ടി ഞാൻ പറഞ്ഞ ഭാഗം വീണ്ടും പറയുകയാണ്. സ്റ്റോക്ക് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ലെവൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതാണ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അത് ഒപ്റ്റിമം ആയിരിക്കണം. സ്റ്റോക്ക് ലെവൽ എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ദ ഓർഗനൈസേഷൻ ഷുഡ് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി. ദ ഓർഗനൈസേഷൻ ഷുഡ് കെപ്റ്റ് optimum level of inventory. For maintaining optimum level of inventory, management will fix different stock levels. അപ്പോൾ ഒരു കമ്പനി ആയിരിക്കുമ്പോൾ കമ്പനി അവരുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റോക്ക് ലെവൽ അവരെന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. The different stock levels are maximum level, minimum level, reorder level, average level and danger level. അവരുടെ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഇത്രയും ലെവൽസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ അപ്പർ ലെവലാണ്. അപ്പർ ലെവൽ ഓഫ് ഇൻവെൻ്ററി, അതായത് മാക്സിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി. അത്രയും ഇൻവെൻ്ററി നമുക്ക് എന്ത് ചെയ്യാം? കെപ്റ്റ് ചെയ്യാം. അതിലും കൂടുതലായിട്ട് കെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് ദ ലെവൽ എബവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് എക്സീഡ്. അതായത് അവർ ആ ലെവലിനും കൂടുതലായിട്ട്, അവർ ഇപ്പോൾ 2000 ആണ് മാക്സിമം ലെവൽ എന്ന് വെച്ചാൽ ആ 2000 കൂടുതലായിട്ട് 2000 ടണ്ണായിരിക്കാം. ആ 2000 ടണ്ണിനേക്കാളും കൂടുതലായിട്ട് ഇൻവെൻ്ററി സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ഈസ് ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻ്ററീസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പർപ്പസ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ഒഴിവാക്കുക. കൂടുതലായിട്ട് നമ്മൾ വെറുതെ കാര്യമില്ലാണ്ട് സ്റ്റോക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻവെൻ്ററീസ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇൻവെൻ്ററി വെറുതെ ഇൻവെൻ്ററി എടുത്തു വെക്കല്ല. ഈ ഇൻവെൻ്ററിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ ഫണ്ട് ഇറക്കേണ്ടതുണ്ട്. ആ ഫണ്ട് നമ്മൾ വെറുതെ ഡെഡ് മണി ആയിട്ട് കിടക്കുകയാണ് ഈ ഇൻവെൻ്ററി വാങ്ങിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ. അതായത് സ്റ്റോക്ക് വാങ്ങിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അത്രയ്ക്കും എന്ത് വരികയാണ്? ഡെഡ് മണി വരികയാണ്. ആ ഡെഡ് മണി നമ്മൾക്ക് ഒഴിവാക്കാം. അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻ്ററീസ് നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ്. മാക്സിമം ലെവൽ ഈസ് ഓൾസോ നോൺ ആസ് സമ്മിറ്റ് ലെവൽ. ഇതിന് വേറൊരു പേര് പറയും, സമ്മിറ്റ് ലെവൽ എന്നും പറയാറുണ്ട്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് മിനിമം ലെവലാണ്. മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പനിയിൽ അത്രയും മിനിമം ഇത്ര ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് കമ്പനി പറയും. അതാണ് പറയുന്നത് മിനിമം ലെവൽ. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ നിന്ന് പോകും. പ്രൊഡക്ഷന് ഒരു ദിവസത്തെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. മിനിമം സ്റ്റോക്ക് ലെവൽ ഇസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈംസ്. നമ്മളുടെ കമ്പനിയിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് എല്ലാ സമയത്തും ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ലെവൽ ബിലോ വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ഫോൾ. സാധാരണഗതിയിൽ ഈ നമ്മളുടെ മിനിമം ലെവലിനേക്കാളും കുറവായിട്ട് സ്റ്റോക്ക്
പോവാൻ പാടില്ല. മിനിമം സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. ഇതിന് പറയുന്ന പേര്, വേറൊരു പേര് പറയും സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. സേഫ്റ്റി സ്റ്റോക്ക് എന്നും ബഫർ സ്റ്റോക്ക് എന്നും ഇതിനെ പറയാറുണ്ട്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ലെവൽ ഈസ് ടു എൻഷുർ ദാറ്റ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്റ്റോപ്പ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മളുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. എന്താണ് മിനിമം ലെവൽ? ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. നോർമൽ കൺസംഷൻ, ഈ നോർമൽ കൺസംഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ആവറേജ് കൺസംഷനാണ് നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത്. നോർമൽ റീഓർഡർ പീരിയഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നോർമൽ റീഓർഡർ പീരിയഡ് ഈസ് ഈക്വൽ ടു മിനിമം റീഓർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും, മിനിമം റീഓർഡർ പീരിയഡും മാക്സിമം റീഓർഡർ പീരിയഡും ആഡ് ചെയ്തതിന് ശേഷം അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോർമൽ റീഓർഡർ പീരിയഡാണ്. ഇനി റീഓർഡർ ലെവൽ എന്താണ്? റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ആയിട്ട് ഒരു ന്യൂ ആയിട്ട് പുതിയ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെ പറയുന്ന അതിനുള്ള ക്വാണ്ടിറ്റി ഓഫ് ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത് റീഓർഡർ ലെവലിൽ. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, ലെവൽ ഓഫ് ക്വാണ്ടിറ്റി, അതിനെ നമുക്ക് എന്ത് പറയാം? റീഓർഡർ ലെവൽ എന്ന് പറയാം. അതിനെ ഓർഡറിംഗ് ലെവൽ എന്നും പറയാറുണ്ട്. ഓർഡറിംഗ് ലെവൽ, ദിസ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഓർഡർ ചെയ്യാനുള്ള ലെവലാണ് എന്തെന്ന് പറയുന്നത് റീഓർഡർ ലെവൽ. വെൻ ദി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് ദിസ് ലെവൽ ദ സ്റ്റോർ കീപ്പർ മസ്റ്റ് റീഓർഡർ ഫോർ ഹിസ് മെറ്റീരിയൽ. അതായത് ഈ ലെവലെത്തിക്കഴിഞ്ഞാൽ, ഈ ലെവല് നമ്മളുടെ സ്റ്റോക്കിൽ മെറ്റീരിയൽ ഈ ലെവലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോർ കീപ്പർ പുതിയതായിട്ട് ന്യൂ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. റീഓർഡർ ലെവൽ ഈസ് ഫിക്സഡ് സംവെയർ ബിറ്റ്വീൻ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. റീഓർഡർ ലെവൽ എപ്പോഴും മിനിമം ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് It must be fixed in such a way that the stock representing the difference between reorder level and minimum level should be fixed sufficient to meet demands of production till new materials arrive. അതായത് ഇപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റീഓർഡർ ലെവൽ ആൻഡ് മിനിമം ലെവൽ. റീഓർഡർ ലെവലും മിനിമം ലെവലും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തി അതാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോക്കായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ പ്രൊഡക്ഷന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഒരു പ്രൊഡക്ഷൻ നടത്താൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം അവിടെ ഉള്ളത്. അതുവരെ, അതായത് ന്യൂ മെറ്റീരിയൽസ് അറൈവ് ചെയ്യുന്നതുവരെ നമ്മളുടെ പ്രൊഡക്ഷൻ നടത്താൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുക റീഓർഡർ ലെവലിൽ. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്, അല്ലെങ്കിൽ ഓർ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. റീഓർഡർ ലെവൽ വീണ്ടും ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷനാണ്. മിനിമം ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിങ് ലീഡ് ടൈം. ഇതിൽ ഏത് തന്നാലും നമുക്കിപ്പോൾ ഐറ്റംസ് തരുന്നതിനനുസരിച്ച് ഈ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ചെയ്യേണ്ട ആവറേജ് സ്റ്റോക്ക് എന്താണ്, അതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. നമ്മളുടെ റീഓർഡർ ക്വാണ്ടിറ്റി തന്നതിൻ്റെ ഹാഫ് കണ്ടെത്തിയിട്ട് മിനിമം ലെവലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്.
ദെൻ ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഈ സ്റ്റോക്ക് ലെവലിനേക്കാളും കുറവാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അതാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. അത് അത്തരം ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. അതാണ് this is the level of stock below which the stock should never be allowed to fall. നമ്മളുടെ കമ്പനി ഒരിക്കലും ഈ ലെവലിനേക്കാളും താഴാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. when the stock reaches danger level, urgent and emergency action should be taken to replenish the stock so that production is not stopped. ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഡേഞ്ചർ ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജൻറ്റ് ആക്ഷൻ അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. നമ്മൾ എമർജൻസി ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്ന് പോവാത്ത തരത്തിൽ എമർജൻസി ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. ഡേഞ്ചർ ലെവൽ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഡേഞ്ചർ ആസ് വാർണിംഗ് ലെവൽ. ഇതിനെ നമ്മൾക്ക് എന്ത് പറയാം? ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നും പറയാം. ഡേഞ്ചർ വാർണിംഗ് ലെവൽ അല്ലെങ്കിൽ ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. ഡേഞ്ചർ ലെവൽ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഇനി റീഓർഡർ പീരിയഡ് എന്താണ്? റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ന്യൂ സ്റ്റോക്ക് നമ്മൾ ന്യൂ സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാനുള്ള ലെവലാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. റീഓർഡർ പീരിയഡ് എന്താണെന്ന് വെച്ചാൽ ഇൻ കണക്ഷൻസ് വിത്ത് സ്റ്റോക്ക് ലെവൽ ദ ടേം റീഓർഡർ പീരിയഡ് റെഫേഴ്സ് ടു ദി ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽ. ഒരു ന്യൂ മെറ്റീരിയൽ എത്താനെടുക്കുന്ന ടൈം എത്രയാണ്? അതാണ് റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽ. നമുക്ക് ന്യൂ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് കിട്ടാനെടുക്കുന്ന സമയത്തെ നമുക്ക് എന്ത് പറയാം? റീഓർഡർ പീരിയഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് റിക്വയർഡ് between placing an order and the actual receipts of the material. ഇതെന്ന് പറഞ്ഞാൽ it is the time gap between placing an order and the actual receipt of the material. നമ്മളുടെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതും അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ കിട്ടുന്നതിനും എടുക്കുന്ന സമയത്തിൻ്റെ ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റീഓർഡർ പീരിയഡ്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ ടൈം ലാഗ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ. സംടൈംസ് ദ റീഓർഡർ പീരിയഡ് ഈസ് കോൾഡ് ലീഡ് ടൈം ഓർ ഡെലിവറി പീരിയഡ്. ഇതിനെ നമുക്ക് വേറൊരു പേര് കൂടി പറയാറുണ്ട്, ലീഡ് ടൈം ഓർ ഡെലിവറി പീരിയഡ്. എന്തുകൊണ്ടാണത്? നമുക്ക് മെറ്റീരിയൽ കിട്ടാനെടുക്കുന്ന ടൈം ലാഗാണ് എന്തെന്ന് പറയുന്നത്? റീഡ് ഓർഡർ പീരിയഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പേരും കൊണ്ട് ലീഡ് ടൈം ഓർ ഡെലിവറി പീരിയഡ് എന്നും കൂടി പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് സ്റ്റോക്ക് ലെവൽസിനെ പഠിക്കാനുള്ള ടേംസും അതിൻ്റെ ഇക്വേഷൻസും ഇതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.